ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ: ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, സബോള, വെളിച്ചെണ്ണ, കപ്പ. പിന്നെ നമുക്ക് നമ്മുടെ ഇറച്ചി എടുത്തിരിക്കുന്നത് ഞങ്ങളെല്ലാം കേട്ടോ, എല്ലാം കഷ്ണമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നീടുള്ളത്, നമ്മളൊരു ചട്ടി വെക്കുക, 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, അതിൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കരിവേപ്പില ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങ നമുക്ക് വറുത്തെടുക്കണം. ഞാനൊരു സൈഡിൽ മഞ്ഞൾപ്പൊടിയും കപ്പയും ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞ് നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇറച്ചി വെക്കേണ്ടത്. അതിനാവശ്യം ഒരു കുക്കറെടുത്ത് കുക്കറിലാട്ട വെക്കുന്നത്. കുക്കറിലോ സ്റ്റീൽ പാത്രത്തിലോ എന്തിലാണെങ്കിലും വെക്കാം കേട്ടോ, ഇറച്ചിയാക്കാനുള്ളതാണ്. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ആദ്യം 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി അത് 4ഉം കൂടി ഒന്ന് വാട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ സബോള ഇടുന്നത്. സബോളയും കൂടി ഇട്ട് അതെല്ലാം കൂടി ഒന്ന് വാട്ടണം. ഈ വാടാൻ ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിടും. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇച്ചിരി ഉപ്പിടുന്നത് നല്ലതാണ്, പെട്ടെന്ന് വാടിക്കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് ഒന്ന് വാട്ടി ബാക്കി നമ്മുടെ മസാല ഇടണ്ടേ, അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. നല്ലതുപോലെ വാടണം. വാടിക്കഴിയുമ്പോഴാണ് നമുക്ക് അതിനുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആദ്യം മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, അതും എല്ലാ മസാലകളും കൂടി ഒരുമിച്ചിട്ടിട്ട്, പിന്നെ ഞാൻ അറിയാലോ, നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളാകുമ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. അതാരും കണക്ക് കൂട്ടണ്ട കേട്ടോ. എല്ലാം കൂടി നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ നല്ലതുപോലെ വാടിക്കിട്ടണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറച്ചി എന്ന് പറഞ്ഞത് എല്ല കേട്ടോ. ഞങ്ങൾ കൂടുതലും എല്ലാം എടുത്തത്, മറ്റുള്ളവർ ഇറച്ചിയായിട്ടും വെക്കും, എങ്ങനെയും വെക്കാം. അത് ഇറച്ചിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കർ മൂടി ഒരു 2-3 വിസിൽ മതി കേട്ടോ. വിസിൽ വന്നപ്പം ഞങ്ങളുടെ ഇറച്ചി കറി റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കപ്പ ഞാൻ അതിൻ്റെ പുറത്തോട്ട് വിതറിയിട്ടു. പലരും പല രീതിയിൽ, ഞാൻ എൻ്റെ രീതിയിൽ. പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയില്ലേ, അതും അതിൻ്റെ മുകളിലോട്ട് വിതറിയിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഞാൻ എന്നിട്ട് കരിമുളക് ഡെക്കറേഷന് വേണ്ടി ഒരു കരിവേപ്പിലയും അതിൻ്റെ മുകളിലോട്ടിട്ട് അതൊന്ന് ഞങ്ങൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടി എല്ലാ കാര്യവും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പ ബിരിയാണി റെഡി.